ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു അടിപൊളി ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് പെരിഞ്ജീരകവും കറിവേപ്പിലയുടെ. ഇനി നമുക്ക് 2 വലിയ സവാള ചേർത്ത് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, 3 പച്ചമുളക് അരിഞ്ഞത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം നമുക്ക്. ഇപ്പം ഞാനൊരു ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ മസാലയ്ക്ക്. നിങ്ങൾക്കിത് ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ കുറച്ച് മസാലപ്പൊടികൾ കൂടുതലിട്ടിട്ട് മിക്സ് ചെയ്താൽ മതി കേട്ടോ. ഇത് ചേർക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് 2 വലിയ കൈപ്പിടി മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. മല്ലിയില കുറച്ച് അധികം ചേർക്കണം കേട്ടോ, അപ്പോഴാണ് ഈ ഫില്ലിങ്ങിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ 2 ബ്രസ്റ്റ് പീസ് ഉപ്പിട്ടിട്ട് വേവിച്ചിട്ട് കൈകൊണ്ട് ഷ്രെഡ് ചെയ്തെടുത്താണ് കേട്ടോ. മിക്സിയിലൊക്കെ ഇട്ട് അടിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, അപ്പോൾ കൈകൊണ്ട് തന്നെ ഷ്രെഡ് ചെയ്തെടുക്കണേ. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക്. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കൻ ബ്രെസ്റ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഫ്ലേവർ കുറവായിരിക്കും എപ്പോഴും. അപ്പം ഞാൻ വീണ്ടും ഒരു ചിക്കൻ സ്റ്റോക്കിൻ്റെ പീസും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അത് നമുക്കൊരു 1/4 കപ്പ് വെള്ളത്തിൽ അലിയിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അവസാനമായിട്ട് കുറച്ചും കൂടി മല്ലിയില ചേർക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് 2 മിനിറ്റ് വേവിക്കാം. അപ്പോൾ ഇതിലേക്ക് ചിക്കൻ സ്റ്റോക്കിൻ്റെ ഫ്ലേവറും മല്ലിയിലയുടെ ഫ്ലേവറൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടും. ചിക്കൻ നല്ല മോയിസ്റ്റ് ആയിട്ട് വരും. അപ്പോൾ ഇപ്പം നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാം. അപ്പോൾ അതിനായി ഞാനിപ്പോൾ 4 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്, 2 സ്ലൈസ് ചീസ്, പിന്നെ ഒരു മുട്ട ബീറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു ഫ്ലേവറിനായിട്ട് കുറച്ച് കുരുമുളകും ഉപ്പും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ബ്രെഡ് സ്ലൈസ് എടുത്തിട്ട് ഫില്ലിങ് നന്നായിട്ട് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്കായിട്ട് ചീസും വെച്ച് കൊടുത്തിട്ട് നമുക്ക് വേറൊരു പീസ് ബ്രെഡ് വെച്ച് ഇത് കവർ ചെയ്യാം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിൽക്കും എഗ്ഗിൻ്റെ മിക്സ്ചറിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ള ബ്രെഡ് സ്ലൈസും വെച്ച് നമുക്ക് ചെയ്യാം കേട്ടോ. നമുക്കൊരു പാനിൽ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ബ്രെഡ് വെച്ച് കൊടുക്കാം. രണ്ട് സൈഡും മൊരിഞ്ഞ് കിട്ടുന്നവരെ നമുക്ക് തിരിച്ചും മറിച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം.
ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉള്ളിൽ നല്ല സ്പൈസി ആയിട്ടുള്ള ഫില്ലിങ്ങും നല്ല മെൽറ്റ് ചെയ്തിട്ടിരിക്കുന്ന ചീസും പിന്നെ ആ സോഫ്റ്റ് ബ്രെഡൊക്കെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.